അമ്മ മരിച്ചപ്പോൾ ആശ്വാസമായി. ഇനി എനിക്ക് അത്താഴപ്പഷ്ണി കിടക്കാം. ആരും സ്വൈര്യം കെടുത്തില്ല. ഇനി എനിക്ക് ഉണങ്ങിപ്പാറുന്നതുവരെ തല തുവർത്തണ്ട. ആരും ഇഴവിടർത്തി നോക്കില്ല. ഇനി എനിക്ക് കിണറിൻ്റെ ആൾമറയിലിരുന്ന് ഉറക്കം തൂങ്ങിക്കൊണ്ട് പുസ്തകം വായിക്കാം. പാഞ്ഞെത്തുന്ന ഒരു നിലവിളി എന്നെ ഞെട്ടിച്ചുണർത്തില്ല. ഇനി എനിക്ക് സന്ധ്യാസമയത്ത് പുറത്തിറങ്ങാൻ ടോർച്ചെടുക്കണ്ട. വിഷം തീണ്ടി രോമത്തുളകളിലൂടെ ചോര വാർന്ന ചത്ത അയൽക്കാരനെ ഓർത്ത് ഉറക്കത്തിൽ എണീറ്റിരുന്ന ഒരു മനസ്സ് ഇന്നലെ ഇല്ലാതായി. ഇനി എനിക്ക് എത്തിയ സ്ഥലത്ത് ഉറങ്ങാം. ഞാൻ എത്തിയാൽ മാത്രം കെടുന്ന വിളക്കുള്ള ഒരു വീട് ഇന്നലെ കെട്ടുപോയി. ഹൃദയം കൊണ്ട് ഹൃദയത്തെ തൊടുന്ന ജീവിതത്തിൻ്റെ നനവുള്ള കവിതകൾ മലയാള സാഹിത്യത്തിന് സമ്മാനിച്ച അതുല്യനായ കവിയാണ് കൽപ്പറ്റ നാരായണൻ. അദ്ദേഹത്തിൻ്റെ മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച ഒരു മുടന്തൻ്റെ സുവിശേഷം എന്ന കവിതാ സമാഹാരം അസാധാരണമായ കവിതകളുടെ സംഗമമാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല. ആരോ വരച്ചിട്ട വൃത്തങ്ങളുടെ വേലിക്കെട്ടുകൾക്കുള്ളിൽ തൻ്റെ കവിതകളെ തടങ്കലിലിടാതെ തൻ്റേതായ കവിതാലോകം സൃഷ്ടിച്ച അദ്ദേഹം പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളെ വായനക്കാരന് ഇവിടെ തുറന്നുവെച്ചു. ആലങ്കാരികത നഷ്ടമാക്കാത്ത ആശയലോകവും വാക്കുകളുടെ ബഹുലത കെടുത്താത്ത രചനാശൈലിയും കൽപ്പറ്റ നാരായണൻ മാഷിൻ്റെ കവിതകളുടെ പ്രത്യേകതയാണ്. മനുഷ്യൻ്റെ ജൈവിക ഭാവം തെളിമ വറ്റാതെ സംവേദനം ചെയ്യുവാൻ കൽപ്പറ്റ നാരായണൻ മാഷിൻ്റെ കവിതകൾക്ക് എപ്പോഴും സാധിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കവിതകൾ സംവേദനം ചെയ്യുന്ന ആശയലോകം വായനക്കാരൻ്റെ ഹൃദയത്തെ വല്ലാതെ പൊള്ളിക്കും എന്നതിൽ സംശയമില്ല. നല്ലൊരു വായന അനുഭവം സമ്മാനിച്ച നല്ലൊരു ഗ്രന്ഥം. ഈ ഗ്രന്ഥം വായിക്കുന്നതിലൂടെ നാം ഓരോരുത്തരും പുതിയ ഒരു അനുഭവത്തിലൂടെ സഞ്ചരിക്കുവാൻ ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.